ഈ കഴിഞ്ഞ 26-ാം തീയതിയുള്ള പാർലമെന്റ് ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നത്തെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാകുന്നത്. എന്റെ വീട് പാറശാല ഗ്രാമപഞ്ചായത്തിൽ കോട്ടയ്ക്കകം വാർഡ് 1 മണ്ഡലം പാറശാല മണ്ഡലം. ഞാൻ വോട്ടിടുന്നതിനായി 5 മണിയായപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയ ജോലിയുണ്ട് തിരുവനന്തപുരത്ത്. ഞാൻ വേഗത്തിൽ ഓടിപ്പോയി വോട്ടിടാനായിട്ട് പോയപ്പോൾ എനിക്ക് സ്ലിപ്പ് തലേ ദിവസം തന്നിട്ടില്ലായിരുന്നു. എനിക്കെന്നല്ല, ഏരിയയിൽ ആർക്കും അങ്ങനെ കൂടുതലായി സ്ലിപ്പുകൾ വിതരണം ചെയ്തിട്ടില്ല. ഞാൻ അന്ന് ആധാറും കയ്യിൽ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്റെ സ്ലിപ്പ് ഉണ്ടെങ്കിൽ വോട്ടിടാമെന്ന് പറഞ്ഞ് ഞാൻ സ്ലിപ്പ് വാങ്ങാനായി പോയപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റിന്റെ CPM-ന്റെ ഗ്രൂപ്പിൽ നിന്നും അവിടെ പോയി ആ ബൂത്തിൽ നിന്നും സ്ലിപ്പ് വാങ്ങാൻ പോയവരുടെ അവിടെ ഭയങ്കര പ്രശ്നങ്ങളായി, 3-4 പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യുക, UDF-ന്റെ ബൂത്തിൽ നിന്ന് സ്ലിപ്പ് വാങ്ങിച്ചിട്ട് വേഗം ഓടി വരാൻ പറഞ്ഞു. ഞാൻ UDF-ന്റെ ബൂത്തിൽ പോയി. അയൽവാസികളാണ് ഈ UDF-ഉം CPM-കാരും എല്ലാം. അപ്പോ സ്ലിപ്പ് വാങ്ങി അപ്പോഴത്തേക്കും CPM പാർട്ടിക്കാർ ഒരു വര ഇട്ടിട്ട് റോഡിൽ ഒരു വര ഇട്ടിട്ട് പറഞ്ഞു, ഈ വരയ്ക്ക് ഇപ്പുറത്ത് വരയാണെങ്കിൽ നിന്റെ കാലിനെ വെട്ടിയെടുക്കുക, നീ പോടി, നിന്റെ വോട്ട് ഇവിടെ ആവശ്യമില്ല, നീ എന്തായിരുന്നാലും നീ നമുക്ക് CPM പാർട്ടിക്ക് നീ വോട്ട് തരില്ല, നീ പൊതുപ്രവർത്തക എന്നും പറഞ്ഞും കൊണ്ടാണ് നടിച്ചു നടക്കുന്നത്. അത് പറയുന്നതിന് കാരണം ഞാൻ 10-12 വർഷം കൊണ്ട് ഒരു പൊതുപ്രവർത്തകയായി പാവങ്ങളെ സഹായിക്കുകയും പിന്നെ അങ്ങനെ ചെയ്തു വരികയാണ്. എന്നാൽ ഇവര് ഇടയ്ക്ക് വെച്ച് എന്നെ 2022 CPM പാർട്ടിയിൽ മഹിളാ അസോസിയേഷന്റെ വാർഡ് തലത്തിൽ സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തു. ഇവരുടെ അനീതികൾ കണ്ട് ഞാൻ ഇവരുടെ കൂട്ടത്തിൽ മീറ്റിങ്ങിന് ഒന്നും പോകാറില്ല. ഇത് കാരണം ഇവർ എന്നെ വോട്ടിടാൻ സമ്മതിക്കാതിരിക്കുകയും അതിൽ എതിർ കാണിച്ച വ്യക്തികളുടെ പേര്: 1 കോട്ടയം വാർഡിലെ വാർഡ് മെമ്പർ ഓമന, 2 കോട്ടയം വാർഡിലെ ശ്രീകുമാരൻ, ഏരിയ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി ശ്രീകുമാരൻ പുതുവൽ പുത്തൻ വീട്ടിലുള്ള, പിന്നെ 3 നെടിയാങ്കോട് വാർഡിലുള്ള മണി എന്ന് വിളിക്കുന്ന ഗുണ്ടാത്തലവൻ. ഇവര് 3 പേരും കൂടെ എന്നെ റോഡിൽ തടഞ്ഞു നിർത്തുകയും അസഭ്യക്കേട് പറയുകയും വേണ്ടാത്ത ജനങ്ങൾ പറഞ്ഞ് കാലുപൊക്കി കാണിക്കുകയും കയ്യും കാലും അടിക്കാൻ പോക്കുകയും ചെയ്തതിന്റെ പേരിൽ ഞാൻ UDF ബൂത്തിന്റെ ബാക്കിലോട്ട് തിരിഞ്ഞ് മാറി 100-ൽ വിളിച്ചു. കൺട്രോൾമെന്റിൽ 100-ൽ പോലീസുകാരെ വിളിച്ചപ്പോ പോലീസ് അവിടെ നിന്ന് 112-ൽ വിളിക്കാൻ ആവശ്യപ്പെടുകയും ഞാൻ എന്നിട്ട് 112-ൽ വിളിച്ചപ്പോൾ അമ്മ അവിടെ തന്നെ എനിക്ക് വേറെ എങ്ങും പോകരുത്, ഉടനെ ഞങ്ങൾ പാറശാല പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പ് കൊടുക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ഉടൻ തന്നെ പാറശാല CI സാർ അനൂപ് സാർ എന്റെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുകയും ഇതേ വാക്യം തന്നെ പറഞ്ഞ് അമ്മ അവിടെ തന്നെ നിൽക്കി, ഞങ്ങൾ ഇതാ എത്തുന്നെന്നും പറഞ്ഞ് ഒരു 7 പോലീസുകാർ വന്ന് എന്നെ വോട്ടിടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുകയും പോകുന്ന വഴിക്ക് ശ്രീകുമാരൻ, ലാറൻസ്, വാർഡ് മെമ്പർ എന്നിവർ ചേർന്ന് പോലീസുകാരോട് എതിർക്കുകയും ചെയ്ത്. എന്നാൽ അനൂപ് എന്ന് പറയുന്ന SHO സാറ് പ്രതികരിച്ചതിന്റെ പേരിൽ എനിക്ക് വോട്ടിടാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരികയും ചെയ്യുകയുണ്ടായി. എന്നെ വോട്ടിട്ടിട്ട് സുരക്ഷിതമായി വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തു. ഇതിനെല്ലാം കാരണം പാറശാല പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന വികസനത്തിന് ഇവർ 90% കാശുകൾ ഇവരുടെ പാർട്ടിക്കാരുടെ കയ്യിലാകുന്നു.